ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് കൂടുകയാണ്. ഇന്നലെ 80,000-ത്തിലധികം അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്നവരുടെ എണ്ണത്തിലും നല്ല വർധനവുണ്ടെന്ന് MG പ്രതീഷ് സന്നിധാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ശബരിമല സന്നിധാനത്തിലേക്ക് പ്രതീഷ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പ്രതീഷ്. അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം കൂടി വരികയാണല്ലേ? ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും ശബരിമലയിൽ ഓരോ ദിവസം കഴിയുന്തോറും തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ചില ദിവസങ്ങൾ ഒഴിച്ചാൽ എല്ലാ ദിവസവും 70,000-ത്തിന് മുകളിൽ തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനം നടത്താൻ എത്തുന്നത്. ഇന്നും ഈ രാവിലെ മുതൽ തന്നെ പുലർച്ചെ 3 മണിക്ക് ശബരിമല നട തുറന്നത് മുതൽ തന്നെ വലിയ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ആദ്യത്തെ 1 മണിക്കൂറിൽ 20,000 തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ഇതിനോടകം തന്നെ 35,000-ത്തോളം തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ അയ്യപ്പ ദർശനത്തിനായി ഈ ശ്രീകോവിലിന് മുകളിലുള്ള ഫ്ലൈ ഓവറിലടക്കം തീർത്ഥാടകരുടെ നീണ്ട നിരയുണ്ട്. 18-ാം പടി കയറി ഈ ഫ്ലൈ ഓവറിലൂടെ എത്തിയാണ് ശ്രീകോവിലിൽ അയ്യപ്പ ദർശനം സാധ്യമാകുന്നത്. ഇതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് നിലവിൽ തീർത്ഥാടകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പമ്പയിൽ നിന്നും കൂടുതൽ തീർത്ഥാടകർ ഇതിനോടകം തന്നെ ഈ മല ചവിട്ടി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. ഇന്നലെ 80,000-ത്തിന് മുകളിൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട് എന്നതാണ്. തുടക്കഘട്ടത്തിൽ ഈ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകർ 5,000-ൽ താഴെയായിരുന്നു. പക്ഷേ ഇപ്പോൾ തുടർച്ചയായുള്ള ദിവസങ്ങളിൽ 10,000-ത്തിന് മുകളിലാണ് തീർത്ഥാടകരുടെ എണ്ണം സ്പോട്ട് ബുക്കിംഗ് വഴി ഉണ്ടാകുന്നത്. ഇന്നലെയും 12,000-ത്തോളം തീർത്ഥാടകർ ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനത്തിന് എത്തി. അതുകൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിലും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യം. ചേട്ടാ, എവിടെ നിന്നാണ് വരണേ? തൃശ്ശൂർ. തിരക്കുണ്ടായിരുന്നു? നല്ല തിരക്കായിരുന്നു. പമ്പയിൽ നിന്ന് വരുമ്പോഴേ തിരക്കായിരുന്നു. പമ്പയിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തെ കയറിയതാണ്. ഇതുവരെ കുറേ നേരം ലേറ്റായിട്ടാണ് കയറിയത്. ഇവിടെ എത്തുമ്പോഴേ നട അടയ്ക്കുകയും ചെയ്തത്. അത്രയും തിരക്കായിരുന്നു. SKN, തീർത്ഥാടകർ പറയുന്നത് പോലെ തന്നെ, കാരണം ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ തിരക്ക് കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ തിരക്ക് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുറച്ച് സമയം ഈ ദർശനത്തിനായി കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് തീർത്ഥാടകരെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു സീസൺ കൂടിയാണ് ഇപ്പോഴുള്ളത്. കാരണം മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ദർശനം സാധ്യമാകുന്നുണ്ട്. പ്രതീക്ഷാണ് ശബരിമലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അയ്യപ്പ ഭക്തന്മാരുടെ തിരക്ക് കൂടുകയാണ്. മകരവിളക്ക് വളരെ അടുത്തിരിക്കുകയാണ്. ജനുവരി 14-ലാണ് മകരവിളക്ക്.